കിച്ചൺ വേസ്റ്റിൻ്റെ കൂടെ ഇതുകൂടി ആഡ് ചെയ്ത് ചെടികൾക്ക് നൽകും. ഹായ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പെൺപൂ വിരിയുന്നതിന് വേണ്ടിയിട്ട് കിച്ചൺ വേസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എല്ലാ വീടുകളിൽ ദിവസവും പച്ചക്കറി എടുക്കാറുണ്ട്. അപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും വേസ്റ്റ് ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ മുട്ടത്തോടും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടത്തോട് നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഉണക്കി പൊടിച്ചൊരു ടിന്നിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുണ്ടല്ലോ, തേയിലച്ചണ്ടിയാണ്. തേയിലച്ചണ്ടി നമുക്ക് ദിവസവും രാവിലെ ചായ എടുക്കുമ്പോൾ കിട്ടുന്നത് ഉണക്കി ഒരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടി തേയിലച്ചണ്ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കിട്ടുന്നത് നമ്മൾ നേരിട്ട് ഒരു കാരണവശാലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കരുത്. അത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ ചണ്ടി ഇപ്പോൾ ആവശ്യമില്ല. അതിൽ നിന്ന് കിട്ടുന്ന ലായനി മാത്രമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുക. നമ്മൾ 1 ലിറ്ററിന് 10 ഇരട്ടി വെള്ളത്തിലേക്കാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം അങ്ങനെയാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ചണ്ടി കിട്ടുന്നതുണ്ടല്ലോ, നേരിട്ട് ഒരു കാരണവശാലും ചുവട്ടിൽ കൊണ്ടിടരുത്. ഇത് നമുക്ക് നമ്മൾ വേസ്റ്റ് ബിന്നുണ്ടല്ലോ, അതിൽ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചെടികൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ നേർപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ ചെടി എല്ലാം നനയത്തക്ക രീതിയിലും ചുവട്ടിൽ വീഴത്തക്ക രീതിയിലും എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെടികളിലെല്ലാം പെൺപൂവ് വിരിയാനും നല്ല കായ്ഫലം ഉണ്ടാകുന്നതിനും ഈ ലായനി വളരെയധികം ഫലപ്രദമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.